ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മണി പ്ലാന്റിന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ചെടിച്ചട്ടി തന്നെ നമുക്ക് ഒത്തിരി ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ നമുക്ക് നട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഒരു ട്യൂബാണ്. അപ്പോൾ ഈ ട്യൂബ് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് അത് വെച്ച് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ട്യൂബ് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂബ് ഇല്ലെങ്കിൽ PVC പൈപ്പ് ഏകദേശം ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുതാണെങ്കിലും കുഴപ്പമില്ല, PVC പൈപ്പ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നമുക്ക് ഒരു കയറൊന്ന് ചുറ്റി കൊടുക്കണം. ചെയ്യണം. നമ്മുടെ ട്യൂബ് ആയതുകൊണ്ട് കൈയൊക്കെ ചിലപ്പോൾ പൊട്ടായാണെങ്കിൽ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അല്പം ഒന്ന് സൂക്ഷിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഒരു കുഞ്ഞ് കെട്ട് പോലെ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടായിരിക്കും. ഒരു കെട്ട് എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇവിടെ ചെറിയൊരു പിടുത്തം കൊടുത്താൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചുറ്റിയെടുക്കാൻ പറ്റും. ഈ സൈഡിൽ നിന്ന് ചുറ്റി തുടങ്ങാം. കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം. ഞാനിത് കുറച്ച് സമയം പണിപ്പെട്ട് ഇതൊന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഈ അറ്റ ഭാഗം ചിലപ്പം കുറച്ച് ഇളവി പോകാറായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ റബ്ബർ ബാൻഡ് വെച്ച് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അവിടെ കെട്ടി വെക്കാൻ പറ്റും. പിന്നെ ഞാനിത് ചെടിച്ചട്ടിൽ ഇറക്കി വെക്കുന്ന ഭാഗമാണ്. ഈ ഭാഗം 2-3 കയർ യോജിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് കയറിനെ കുറച്ചൊന്ന് പിരിച്ചതിന് ശേഷം കെട്ടി വെച്ച് കൊടുക്കാം. ഇവിടെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ ഇവിടേക്കൊന്ന് റബ്ബർ ബാൻഡ് ഇടുക, അല്ലെങ്കിൽ ഗ്ലൂ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. കണ്ട അകറ്റത്തെ ഭാഗം റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗം ഇവിടെ വിട്ടിരിക്കണം. നമുക്ക് ഇതാണ് ചെടിച്ചട്ടിയിൽ ഇറക്കി വെച്ചിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെടിച്ചട്ടിയിൽ ചെയ്യേണ്ട മിക്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എല്ലാ ചെടി നടുമ്പോഴും നമ്മൾ അടിഭാഗത്ത് കുറച്ച് ഗ്രാവൽ ആഡ് ചെയ്യും. ഗ്രാവൽ ആഡ് ചെയ്യുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചെടികൾ ചീത്തയായിപ്പോൾ അഴുകിപ്പോവും. അപ്പോൾ വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഗ്രാവൽ ആഡ് ചെയ്യാം. കാരണം ഞാൻ ഗ്രാവൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് സോയിൽ ആഡ് ചെയ്യും. ഞാൻ മിക്സ് ചെയ്ത സോയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ മണ്ണും പിന്നെ അതിൽ ചാണകപ്പൊടിയും കുറച്ച് നമ്മുടെ എല്ല് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് മണ്ണ്. അപ്പോൾ മണ്ണ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആദ്യം അടിയിൽ തന്നെ നമുക്ക് ട്യൂബ് വെച്ച് കൊടുക്കാം. ട്യൂബ് ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം ആഡ് ചെയ്യാൻ. ഇതിനാദ്യമേ നിർത്തിയിട്ട് വേണം മണ്ണ് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ചുറ്റും നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോയിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഇത് കറക്റ്റ് നിൽക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇടയ്ക്ക് കുറച്ച് നല്ല രീതിയിലുള്ള കുറച്ച് കല്ല് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. അത് കറക്റ്റ് നിൽക്കാൻ വേണ്ടി. നിങ്ങളെ ചെടിച്ചട്ടി ചെറുതാണെങ്കിലും നിൽക്കുന്നു. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു കുറച്ച് കല്ല് നമ്മൾ ഇടയ്ക്ക് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ മറിയാൻ ചാൻസ് ഉണ്ട്. അല്ല പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് വീണ്ടും മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചുറ്റും നമ്മൾ മണ്ണ് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് നടാം. എൻ്റെ കയ്യിൽ വലിയ മണി പ്ലാന്റ് ഉള്ളതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ എനിക്ക് ഫുള്ള് നിറഞ്ഞു നിൽക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറേ കൊണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഏകദേശം ഒരു കുഞ്ഞു പേരുണ്ട അടുത്ത് ഒന്നും കൂടെ കഴിഞ്ഞ് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇത് എങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു 4-5 സൈഡിൽ ഇവിടെ ഫുള്ളും ചുറ്റും നട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രോത്ത് ആകും. അപ്പോൾ ഞാനിത് പെട്ടെന്ന് നടാൻ പോവുകയാണ്. ഞാനിവിടെ നടുമ്പോൾ ഇങ്ങനെ വലിയ കൊണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 2 ഇല അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മണ്ണിലിറക്കി വെക്കേണ്ട ഭാഗമാണ് ഇത്രയും. അപ്പോൾ നമുക്ക് ഇതിനെ മണ്ണിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. കണ്ടോ, ഇത്രയും ഭാഗം മണ്ണിൽ ഇറക്കി വെച്ചിട്ട് അതിനെ ചുറ്റി കൊടുക്കുക. നമുക്ക് അടുത്തത് ഇതുപോലെ നട്ടു കൊടുക്കാം.
പ്ലാന്റ് നട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് നല്ല രീതിയിൽ നട്ടിട്ട് നമുക്കിപ്പോ ഇതിലിങ്ങനെ ബാക്കി നിൽക്കുന്ന അഴുക്ക് വേരൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ വലിയ പ്ലാന്റ് ആണ്. സാധാരണ എല്ലാവരും ചെറിയ പ്ലാന്റ് ആണ് കാണിക്കുന്നത്. അപ്പം വലിയ പ്ലാന്റിലായപ്പോൾ എന്റെ തറയിൽ നിന്നപ്പോൾ അതിന്റെ സൈഡിലുള്ള അഴുക്ക് കുറച്ച് വേരുകൾ വരും. ആ വേരുകൾ നമ്മൾ ജസ്റ്റ് മാറ്റിക്കളഞ്ഞു. ഇനി നമുക്കിത് ഏകദേശം ഒന്ന് ഒരു തണലത്ത് തന്നെ വെച്ചിരിക്കണം. അത്ര വെയിലൊന്നും അടിക്കാത്ത ഒരു പ്ലേസിൽ തന്നെ നമ്മൾ വച്ചതിന് എന്ന് നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി, നല്ല രീതിയിൽ വാട്ടറൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളമൊന്നും വീട്ടിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിതിനെ വീട്ടിനുള്ളിലും ഒക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മണി പ്ലാന്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ മണി പ്ലാന്റിൽ പല കളറുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് നമ്മുടെ സാധാ പെട്ടെന്ന് ഗ്രോത്ത് ഉള്ള ഈ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് സൈനിങ്.